കൊച്ചി അടിപൊളിയല്ലേ. രാവിലെ ഇറങ്ങി ഒരു ചായയും വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയും അതിലൊരു. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വെള്ളയപ്പം പോലെ ഒരു ബ്രൗൺ കളർ വെള്ളയപ്പമുണ്ട്, അതിനെ ചക്കരയപ്പം എന്നാണ് പറയണത്. അതിങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളി വിതറും. ഭയങ്കര ടേസ്റ്റാണ്, മധുരമാണ്, നേരിയ മധുരമാണ്. ചക്കരയപ്പം അത് കൊച്ചിക്കാരുടെ ഒരു വീക്ക്നെസ്സാണ്. കൊച്ചി അടിപൊളിയല്ലേ. അതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു പാട്ടുണ്ട്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ എൻ പ്രിയേ, നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചു പോയി. ഞാൻ റീമിയൊക്കെ 98 കാലഘട്ടങ്ങളിലാണ് പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്തൊക്കെ പോയി അവിടുത്തെ ഓർക്കസ്ട്രയിലൊക്കെ പാടി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരിക്കും. 4 വയസ്സ് കുത്തഴിയും നാളുകളെ കൊട്ടിയടക്ക്, പട്ടണവും ജീവിതവും തഴുകി മിനുക്ക്. സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരി തീരത്തോ പറന്നിറങ്ങാം. ഏതാ പിച്ച് മാണിക്കക്കല്ലേ മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ, ചെമ്പക മല്ലിക വാസന റാണി, കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബാ. ഓ കണ്ണേ എൻ കണ്ണേ, നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ 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 സ്നേഹക്കനിയേ. ഓ കൈത്താളം തട്ടാതെ മെയ്ത്താളം കാണാതെ എന്താണ് ഈ പുത്തൻ പായട്ടം. സ്ലോ ഡൗൺ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതായത് ലൈവ് പെർഫോമൻസുകളിൽ അന്ന് തൊട്ട് ഇന്ന് വരെ. പണ്ട് ജൂനിയർ SPB എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അഫ്സൽ ക എന്ന് തന്നെയാണ് നമ്മൾ അഫ്സൽ ലൈവ് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ റിതം പ്രോഗ്രാമിംഗ്, അതായത് പിന്നണി വർക്കുകൾ, ഓൾസോ ട്രാക്ക് റെക്കോർഡിംഗ്, അതിൻ്റെ കൂടെ പ്ലേ ബാക്ക് സിംഗിങ്, അതിൻ്റെ കൂടെ റിയാലിറ്റി ഷോയിൽ ജഡ്ജിങ്. അത് കുറവാണ്. അതിപ്പം ഉണ്ടല്ലോ, റിയാലിറ്റി ഷോയിലുണ്ട്. എന്താ അത് അങ്ങനെ ജഡ്ജ്മെന്റ് പാനലിൽ ഇരിക്കുമ്പോൾ വാട്ട് യു ആക്ച്വലി ഫീൽ? കംഫർട്ടബിൾ ആണോ? ഞാൻ കംഫർട്ടബിൾ ആണ്. കാരണം പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഭയങ്കര ടോക്കറ്റീവ് അല്ല. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എല്ലാ മേഖലകളിലും ചാനൽസിലാണെങ്കിലും ശരിക്കും ഇപ്പം നിങ്ങളാണെങ്കിലും RJ എന്ന് പറയുമ്പോൾ സംസാരിക്കണം. അതെ ഇപ്പം ഞാൻ എൻ്റെ തൊണ്ട യൂസ് ചെയ്യണ പാട്ടിന് വേണ്ടി മാത്രം. പക്ഷേ എന്നാൽ ആ പാട്ടുകാരിൽ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നവരും നല്ല കോമഡി പറയുന്നവരും അങ്ങനെ, അത് എനിക്ക് ആ കാര്യത്തിലൊക്കെ കുറച്ച് ഞാൻ ബാക്കിലോട്ടാണ്. വിധുവൊക്കെ തగ్గടിക്കാനും ഒക്കെ, റിമിയും ഒക്കെ. അപ്പം അത് ഞാനതാണ് നേരത്തെ പറഞ്ഞ കാര്യം, എല്ലാവരും ഒരേപോലെ ദൈവം ഇറക്കൂല എന്ന് പറയുന്നതാണ്. ഞാൻ പണ്ട് ചരിത്രങ്ങൾക്ക് മുന്നേ എന്ന് പറയേണ്ടി വരും, ഒരാൽബം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരു മരുഭൂമിയിൽ കറുപ്പ് ജുബൊക്കെ ഇട്ടിട്ടുള്ള വിഷ്വൽസാണ് ഇത്. കുറച്ച് ചെക്കന്മാര് തേടി വന്ന് എന്നിട്ട് നിങ്ങൾ പാടുമ്പോൾ ബാക്കിൽ ഡാൻസ് കളിക്കുന്ന കണ്ട സാധനം. അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്. ഇല്ല, ആക്ച്വലി ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത്, അതായത് ആൽബം സോങ്സിന്റെ ഒരു സ്വീകാര്യത വരുന്ന കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പറന്ന് വീഴുന്നത്. സോ അവിടെ മുതൽ ഇങ്ങോളം ജന്മം നൽകിയവനെ എന്നുള്ള പാട്ട്, അത് എൻ്റെ കൂട്ടുതറവാടാണ്. അപ്പം രാവിലെ ആരെങ്കിലും ഒക്കെ ശബ്ദത്തിൽ പാട്ട് വെക്കുന്നുണ്ടെങ്കിൽ ഈ പാട്ട് വെച്ചാണ് തുടക്കം. അപ്പൊ അതിനകത്തൊരു അറബിക് പോർഷൻ ഉണ്ട്, അത്. പിന്നെ കണ്ണീർ പാടം എന്നുള്ള പാട്ട് മറ്റാരുടെ നിഖിലിന്റെ പാട്ടാണ്. പക്ഷെ അത് നിങ്ങൾ പാടിയ വേർഷനും അതിൽ ഞാൻ അതിന്റെ ഒരു അറബിക് പോർഷൻ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഞാൻ പാടി എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യണം. അതെ, നിഖിലാണെന്നുള്ളത് ഇപ്പൊ അറിയാം. അതെ, നിഖിലാണ് പാടി. അന്ന് നമുക്ക് ആ സൗണ്ടിങ്ങിൽ റേഡിയോയിൽ ഷോ ചെയ്യുന്നത് മൊത്തം RJ ആണ് എന്ന് പറയണമായിട്ട് സീനാണ്. ആ സൗണ്ടിങ്ങിനൊക്കെ വേറെ ആൾക്കാരുള്ളത് അറിയില്ല. ബട്ട് അതൊക്കെ നമ്മളെ ചെറുപ്പത്തിലെ മാപ്പിളപ്പാട്ടുകൾ നമുക്കറിയാം. പണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ദാസേട്ടൻ്റെ പാട്ടുകൾ, പിന്നെ മലബാറിലുള്ള കുറേ നമ്മുടെ എരിഞ്ഞോളി മൂസക്ക, അതേപോലെ VM കുട്ടി മാഷ്, ഫീമെയിൽസ് ആണെങ്കിൽ സിബില ചേച്ചി, വെളിയിൽ ഫസീല, അവരുടെയൊക്കെ ഒരു തരംഗ, പീർ മുഹമ്മദ്, അങ്ങനെ അവരുടെ ഒരു പാട്ടുകളാണ് നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളത്. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാപ്പിളപ്പാട്ടുകൾ ദാസേട്ടൻ പാടിയപ്പോഴാണ് കുറച്ചും കൂടി ജനകീയമായിട്ട് വന്നത്. പിന്നെ അതിന് ശേഷം പിന്നെ കണ്ണൂർ ഷെരീഫ്, അങ്ങനെ റഹന, ഇവരൊക്കെ വന്നപ്പോൾ ആ ടൈമിലാണ് ഞാനും വരുന്നത്. പക്ഷേ ഞാൻ പാടി തുടങ്ങുമ്പോൾ ഈ പറഞ്ഞ മാതിരി കൊച്ചിയിൽ നിന്ന് സയൻ അൻവർ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടർ, അവരാണ് ഈ മെഹബീനിലെ ജന്മം നൽകിയവന് ഈ അറബിക് സോങ്സ് മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പാട്ട്. അപ്പോൾ അതിൽ ഞാൻ പാടി തുടങ്ങിയപ്പോൾ നമ്മൾ പറയല്ലോ ഓരോ കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മാറ്റത്തിൽ നിന്ന്
എനിക്ക് മാപ്പിളപ്പാട്ടുകളാണ്. പിന്നെ എൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഫിയും കൊല്ലം ഷാഫിയും പിന്നെ ഒരു താജുദ്ദീൻ romantic അവർ വേറെ വന്നു. മാപ്പിളപ്പാട്ടിലേക്ക് വന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ മാപ്പിളപ്പാട്ടുകൾ നമ്മൾ ഡബ്സിയുടെ വോയിസിലും അവരുടെ സ്റ്റൈലോ ജിജിന്റെ ഒക്കെ style. കയ്യിലാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ ജനറേഷൻ ഏറ്റെടുക്കുന്നത് പോലെ തന്നെ. ഏറ്റെടുക്കുന്ന പോലെ. അത് ഞാൻ പറഞ്ഞില്ല, ഈ മെഹബീൻ എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ഈ പാട്ടുകളൊക്കെ, ജന്മം നൽകിയവനെ, ആനന്ദ കണ്ണീർ, അതിനകത്തുകൊണ്ട് ഒരു അറബിക് പോർഷൻ ആ അത് നിഖിലാണ് അത് പാടിയത്. ഇല്ല അത് പാടിയത് വബല്ല, അത് അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ സയനാണ്. സയൻ അൻവർ ആയിരുന്നു അതിൻ്റെ മ്യൂസിക്, സയനാണ് പാടിക്കുന്നത്. അപ്പോൾ ഈ കണ്ണീർപ്പാടം നിഖിൽ പാടിയപ്പോൾ അതിൽ ഒരു അറബിക് പോർഷൻ ഉണ്ട്. അത് അത് റബ്ബിയ മന്നാൻ തുബ്തു യാ റഹ്മാൻ സാലഗൈനൈനി ജിഅ്തു യാ സുബ്ഹാൻ അഷ്ഹറു ഫീ കുല്ലി ലൈ അഫ്തശു ഫീ കുല്ലി ഹൗലി ഐന അൻത യാ ഹബീബി അൻത യാ മൗലായ കണ്ണീർ പാടം കൊയ്യും നേരം കൽബിൽ വന്നൊരു റബ്ബേ എന്നൊരു തേങ്ങൽ. ഭയങ്കര പാട്ടാണ് അല്ലേ. ഈ ഒരു പാട്ട് പറയുമ്പോഴാണ് മറ്റൊരു ഫാക്ട് ചെക്ക് ഉള്ളത്. നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ നിങ്ങൾ പാടുന്ന പാട്ടേനു. യെസ്. ഹൗ കം ദാറ്റ് ഹാപ്പൻ? ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ ദാസാർ പണ്ട് ഓരോ അരിമണിയിലും അവരുടെ ഓരോരുത്തരുടെ പേര് എഴുതി എഴുതിയിട്ടുണ്ടാവും. വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യമാണ്. ഇപ്പം കൽബാണ് ഫാത്തിമ എന്നുള്ള അല്ല, വർക്ക്, അതിനകത്ത് നിങ്ങളെ വർക്ക് അടിപൊളിയുണ്ട്. അല്ലല്ല കുറേ പാട്ട്, അതിനകത്ത് കൽബാണ് ഫാത്തിമ വർക്ക് സംഭവിക്കുന്ന സമയത്ത് താജു ആണ് എന്നെ വിളിക്കണത്. ഇങ്ങനെ അഫ്സൽക്ക ഞാനിങ്ങനെ വടകരയുള്ള ഒരു പാട്ടുകാരനാണ്, കുഞ്ഞിമൂസക്കാന്ന് കേട്ടത്. അപ്പോൾ കുഞ്ഞിമൂസക്കാനെ എനിക്കറിയാം, കാരണം പണ്ട് കുറേ പാട്ടുകൾ മ്യൂസിക് ചെയ്തിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. എൻ്റെ വാപ്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കുഞ്ഞിമൂസക്കാൻ്റെ. അപ്പോൾ പുള്ളിയുടെ മകനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വർക്ക് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ലൊരു പാട്ടുണ്ട് കൽബാണ് ഫാത്തിമ എന്നുള്ള ഒരു പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ. അത് ഞാൻ കോഴിക്കോട് ഷൈൻ സ്റ്റുഡിയോയിലാണ് പോയി പാടുന്നത്, വെള്ളിമാടുന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ പാട്ടുകളൊക്കെ പാടി, മംഗല്യം കഴിക്കാതെ അത് പാടി. പിന്നെ മറ്റേ ലൈലേ ലൈലേ സ്വർഗപ്പൂമയിലേ, പിന്നെ എൻ്റെ കാതിൽ എന്നുമെന്നും കാറ്റു വന്നു പറഞ്ഞിടും. അങ്ങനെ മൂന്ന് ഭാഗം കൂടി പാടുമോ? കാറ്റയവളെ കണ്ടു പറയണം തരരാര ചൊല്ലുകാറ്റെ ചൊല്ലുകാറ്റെ ചൊല്ല് ചൊല്ലുകാറ്റെ ചൊല്ലുകാറ്റെ ചൊല്ല്. ഒരു വെള്ളിയുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ഡിവോഷനിലായിരുന്നു, ഹംദും സമതും നീയല്ല ഹർഷിനൊളിവേയ അല്ല. അങ്ങനെ ഈ 4 പാട്ടും പാടിക്കഴിഞ്ഞ്. അപ്പോൾ താജു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പാട്ട്, ഒരു മെയിൻ ഒരു പാട്ട് ഇതിലുണ്ട്. അപ്പം ഞാൻ 4 പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു. അപ്പോൾ താജു പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടും കൂടി ഉണ്ട് അഫ്സൽക്ക. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പോൾ താജു പുള്ളി ഞാൻ എങ്ങനെയാണ് പാടുന്ന സ്റ്റൈൽ അതിൽ പാടി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് താജു നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം താജു പറഞ്ഞ് അഫ്സൽക്ക പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഇത്തിരി ടയേർഡായി, ഇനിയിപ്പോൾ കുഴപ്പമില്ല 4 പാടിയല്ല മതി. അങ്ങനെ ഞാനങ്ങനെ ശ്രദ്ധിക്കാണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർ താജുദ്ദീൻ വടകര എന്ന സിംഗറിന് വരാനുള്ളൊരു വഴി അതൊരു ഇതാണ്. അതിന് അങ്ങനെ അതിലൊന്നും സങ്കടമൊന്നും എനിക്കില്ല. കാരണം ദൈവം അങ്ങനെ നിശ്ചയിച്ചേക്കണാണ് അല്ലേ, പടച്ചോൻ അങ്ങനെ എഴുതി വെച്ചേക്കണേ താജു വരാനുള്ള ഒരു പാട്ട്. അല്ല, ഞാൻ കേട്ടത് ശരിയാണോ എന്നുള്ളത് ആണ്, ശരിയാണ്, അത്രേ ഉള്ളൂ, കറക്റ്റ്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ നാദിർഷ ടീം, അത് നിങ്ങളെ വളരെ പ്രിയപ്പെട്ട ഒരു ടീമാണ് തീർച്ചയായിട്ടും അല്ലേ? ഇപ്പോഴും കുറേ കാലങ്ങളായി. പിന്നെ ഇപ്പോഴും മിനിയാന്ന് കൂടി ഞങ്ങൾ കുറേ പുതിയ സിനിമകളെ കുറിച്ച് അദ്ദേഹം സംസാരിച്ച് പാട്ടുകളൊക്കെ കേൾപ്പിച്ചു. അപ്പോൾ വലിയൊരു സന്തോഷമാണ്. പുള്ളിയുടെ പണ്ട് മുതലാണെങ്കിലും പുള്ളിയുടെ മാവേലി കൊമ്പത്ത് മീൻസ് അതിൻ്റെ വർക്കുകൾക്കൊക്കെ ഞാൻ കമ്പോസർ വായിക്കണ സമയമൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ പറയും അങ്ങനെ കുറേ വർക്ക് ബ്രദറിൻ്റെ കൂടെയൊക്കെ അങ്ങനെ അന്ന് പാരഡിയൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് വളരെ മുമ്പ് സിനിമയിലൊക്കെ പാടുന്നതിന്.
അന്നോട്ടുള്ള ബന്ധമാണ്. പിന്നെ നാഷ്കയുടെ വളർച്ചയിലും നമ്മളെയൊക്കെ കൂടെ നിർത്തിയിട്ടുണ്ട്. നിർത്തിയിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു സന്തോഷം തന്നെയാണ്. ഒരു ഇന്റർവ്യൂലോ മറ്റോ ഗായത്രി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളെ ടൂർ ട്രിപ്പുകൾ ഉണ്ടാവുമല്ലോ, അതെ അതെ, അതിനിടയിൽ കൂടെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ പാട്ട് പാടുന്ന ടെക്നിക്കുകളെ കുറിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും അത് ഇപ്പോഴും സംസാരിക്കാറുണ്ട്. എന്തായിരിക്കും നിങ്ങൾ സംസാരിക്കുന്ന ടെക്നിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ള എന്തെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾ. അയ്യോ, ലൈക്ക് ഹൈ പിച്ച് പാടുന്നതിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ചെറുതായിട്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ അങ്ങനെ ഇപ്പൊ ഹൈ പാടുമ്പോൾ തന്നെയാണെങ്കിൽ ഇപ്പൊ കൈത്തൊടി താളം ഞാൻ പാടുമ്പോൾ പണ്ട് സ്ക്രീം ചെയ്ത് പാടും. പക്ഷെ അങ്ങനെ വേണ്ട, അത് കുറച്ചും കൂടി നമുക്ക് ഈ ഹിന്ദുസ്ഥാനി പഠിച്ചപ്പോഴാണ് അതിന്റെ കുറച്ചും കൂടി ഒരു ടെക്നിക്സ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഫോൾസിനെ തന്നെ ഫോൾസ് അത് ഹെഡ് വോയിസ് എന്ന് പറയും. നമ്മൾ ഇപ്പൊ പാടണ കൈത്തുടി താളം തട്ട് തെയ്ത്തകമേളമിട്ട് വാടാ, അത് ഒതുക്കി പാടാം. മറ്റേ ഇങ്ങനെയും പാടാം, ലൗഡ്. അപ്പം അത് അങ്ങനെയുള്ള കുറേ ടെക്നിക്സും പിന്നെ മ്യൂസിക്കിലുള്ള കുറേ നമ്മൾ രാഗ ബേസ് ചെയ്തിട്ട് ഓരോ എക്സ്പ്രഷൻസ് കൊടുക്കേണ്ടതും അങ്ങനെ അത് നമുക്ക് കുറെ കൂടി കൺവേ ചെയ്യാൻ പറ്റും. മ്യൂസിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്തായിരിക്കാം? അത് ഭയങ്കര രസമാണ്. അത് ശരിക്കും അത് നമ്മൾ അത് പരസ്പരം അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ എന്താ പറയുക, ഇപ്പോൾ കുറച്ച് പേരിരുന്ന് അല്ല കുറച്ച് പേരിരുന്ന് സ്മോൾ അടിക്കൂലേ, അപ്പൊ എന്ത് പറഞ്ഞാൽ ഇതൊരു ലഹരിയാണ്. തീർച്ചയായും നമ്മളിങ്ങനെ അതിങ്ങനെ പറഞ്ഞ് ആ ഒരു സംഗീതാത്മകമായി പോവാണ്. അത് നമ്മുടെ ഒരു വേറെ ലഹരിയിലേക്ക് പോകണേ. മ്യൂസിക് ഒരു ലഹരിയാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് എത്തും. ചെറിയ മത്സ്യങ്ങൾ എനിക്ക് എപ്പോഴും വേണം എന്നാണ് നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്? അത് മാറിയിട്ടില്ലേ? ഇല്ല. ഓക്കെ, ആരോഗ്യത്തിന്റെ രഹസ്യമാണ്. അപ്പം ചിലപ്പോൾ ഇത്ര കാലം കഴിഞ്ഞിട്ടും അഫ്സൽ ഖാനെ നമുക്ക് പഴയ അതേ അർത്ഥത്തോടെയും ശബ്ദ ഗംഭീരത്തോടെയും ഒക്കെ കണ്ടുപിട്ടാൻ പറ്റുന്നത്. അല്ല അങ്ങനെയല്ല, നമുക്കിപ്പോൾ പാട്ടുകാരെ സംബന്ധിച്ചോളം ചില ഫുഡ് റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് ശരി, കുറേയൊക്കെ. ഇപ്പൊ എന്തൊക്കെ കാര്യത്തില അഫ്സൽ ഖാന്റെ അങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഇങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ഏജ് ഒരു ഫാക്ടറാണ്. നമുക്ക് ഒരു ഓരോ വർഷം കഴിയുന്തോറും നമ്മളെന്തായാലും പ്രായം കൂടുന്നുണ്ട്. അപ്പം അതിനനുസരിച്ച് ഫുഡിൻ്റെ കൺട്രോളും കാര്യങ്ങളും ആ രീതിയിലുള്ള കൺട്രോൾ അല്ല. അതേ വോയിസിന് ചോദിക്കുന്നത് ഇപ്പോൾ തണുത്തത് കുടിക്കാൻ പാടില്ല, കുടിക്കാം, അങ്ങനെയൊക്കെ ഇൻസ്ട്രക്ഷൻ ഓരോരുത്തർക്ക് ഉണ്ടാവില്ലേ? കുടിക്കാം. പിന്നെ ഞാൻ ഇത്തിരി ഐസ്ക്രീം ഞാൻ കഴിച്ചു, ഒരു ആഗ്രഹം കൊണ്ടാണ്. അതൊക്കെ ആവാം അങ്ങനെ. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു പ്രോഗ്രാം പെർഫോമൻസിന് മുന്നേ അഫ്സൽ ഖാൻ തണുത്തത് ഒഴിവാക്കില്ല, അങ്ങനെ അതൊന്നും കഴിക്കൂല. അങ്ങനെ അതൊക്കെ ഒരു കെയർ ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു ഇപ്പൊ ഇന്നലെ ഐസ്ക്രീം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഇന്റർവ്യൂ അല്ലേ, കുഴപ്പമില്ല. പക്ഷെ എന്നെ ഇത്ര പാടിപ്പിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. കരിയർ നോക്കുമ്പോൾ ഫാസ്റ്റ് സോങ്സ് ഉണ്ട്, സ്ലോ പാട്ടുകളുണ്ട്, ഈ പറഞ്ഞ പോലെ പോകാതെ കരിയിലെ കാറ്റിയ പോലെ, ഇനിയിപ്പോൾ ആൽബം സോങ്സിലേക്ക് ഒരു മംഗല്യം കഴിക്കാത്ത പോലെ എല്ലാം. അതെ, ഇപ്പം ഞാൻ പറയാം ആൽബം സോങ്സിൽ ഇപ്പോൾ സിനിമകളിൽ കൂടുതൽ ഇപ്പോൾ പി നമ്പേഴ്സാണ് പാടിയെങ്കിലും ആൽബംസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡിവോഷണൽ സോങ്സ് ഇപ്പോൾ അംദും സമത് നീ അല്ല, പിന്നെ അള്ളാഹദേ എന്നുള്ള അത് ഡിവോഷണൽ അങ്ങനെയുള്ള കുറേ ഡിവോഷണൽ, അതൊക്കെ എല്ലാം മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകളാണ്. കുറേ നമ്മൾ ആ ഒരു ലെവലിൽ നിന്ന് പാടേണ്ട പാട്ടുകളാണ്. കുറേ ഡിവോഷണൽ പാട്ട് പാടുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നമുക്ക് ഫ്രീക്ക് ഔട്ട് ചെയ്യാൻ വോയിസ് മോഡുലേഷനും അധികം വേണ്ട, കറക്റ്റ് നമ്മുടെ ആ ഒരു ഇതിൽ നിന്നിട്ട് പാടേണ്ടതാണ്. കാതിൽ സുഖമാനത് അതാണ് അന്ന് ഈ പറഞ്ഞ ഒരു ആൽബം പാട്ടുകളുടെ ടൈമിൽ ഹിന്ദി മീൻസ് തമിഴ് കുറേ സോങ്സ് ഉണ്ടായിട്ട്, അതായത് കാതൽ സുഖമാനത് എന്നുള്ള പാട്ട്, അത് സ്നേഹം സുഖമാനത് അങ്ങനെ കുറെ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല ശരിക്കും പറഞ്ഞു. പക്ഷെ ആ പാട്ടുകൾ അന്ന് ആ ആൽബംസ് ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഹിറ്റായിരുന്നു. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ എല്ലാവരും പറയണൊക്കെ ബസ്സിലൊക്കെ ഈ പാട്ടുകളാണ് കൂടുതൽ ടൈം ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയണൊക്കെ. അതുപോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള ഒരു പാട്ടുണ്ട്, അത് ആ പാട്ട് പാടുമ്പോഴാണ് എൻ്റെ അടുത്ത് മോഹൻചേട്ടൻ പറഞ്ഞു കുറച്ചിങ്ങനെ ഒരു കിഷോർ കുമാർ സ്റ്റൈല് കിട്ടണത്.
ലാ 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 ലാ. എനിക്കാണു നീ, നിനക്കാണു ഞാൻ, ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ഈ വാക്കുകൾ എൻ പ്രിയേ, നിന്നെ ഞാൻ അത്രമേൽ സ്നേഹിച്ചു പോയി. ഓ, ഇതൊക്കെ ഭയങ്കര പാട്ടുകളാണ് നമ്മളെ കാലഘട്ടത്തിലെ. ആദ്യത്തെ സ്റ്റേജ് ഷോ ഓർമ്മണ്ടോ? അത് എവിടെയായിരുന്നു? കോളേജിൽ, കൊച്ചിൻ കോളേജിൽ പഠിക്കുമ്പോൾ. കോളേജിൽ അങ്ങനല്ല, ഞാൻ അങ്ങനെ വലിയ താപ്പാനൊന്നുമില്ല. ഞാൻ മ്യൂസിക് ഉണ്ട്, പക്ഷേ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഞാൻ പാട്ടൊന്നും പാടിയിട്ടില്ല. സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് കുറച്ച് സീനിയർ ആയപ്പോൾ ഒരു അലമ്പൊക്കെ തുടങ്ങി. അപ്പോൾ ജൂനിയേഴ്സിൻ്റെ ഫ്രണ്ടിലൊന്ന് ഷൈൻ ചെയ്യാനൊക്കെ. ഉള്ളിൽ മ്യൂസിക് ഉണ്ട്. അങ്ങനെയാണ് കോളേജിൻ്റെ പാട്ടുകാരൊക്കെ കൂടി. SPB പാട്ടായിരുന്നു. போடு தாளம் போடு, நாங்க வராத தெம்மாங்கு ஏது, போடு தாளம் போடு, നാങ്ക വരാതെ തെമ്മാങ്ക് ഏത് അന്ത പക്കം. അങ്ങനെ ഒരു അടിപൊളി പാട്ടാണ്. പുതുവസന്തം എന്ന് പറഞ്ഞ ഒരു പഴയ സിനിമയാണ്. അത് എനിക്ക് തോന്നുന്നു SA രാജ്കുമാർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറായിരുന്നു. അപ്പം അത് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. പിന്നെ റംബംബം ആരംഭം മൈക്കിൾ വന്ദന കാമരാജനും അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഈ പാട്ടുകളൊക്കെയാണ് അന്ന് പാടിയിരുന്നത്. ഓക്കെ. ഈ ദാസേട്ടൻ്റെ കോറസ് പാടിയിട്ടുണ്ട്. ദാസേട്ടൻ്റെ പ്രോഗ്രാമിന് റിതം പ്രോഗ്രാം ചെയ്യാനായിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. റിതം വായിക്കാനായിട്ട് പോയി. US ഒരു പ്രോഗ്രാമിനാണ് പോയത്. അന്ന് ഞാൻ ഗാനമേളക്ക് പാടുന്നുണ്ട്. അപ്പോൾ ദാസേട്ടൻ്റെ ഓർക്കസ്ട്രയിലുള്ള മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ് പ്ലേ ചെയ്യുന്നവരൊക്കെ പറഞ്ഞു, അഫ്സൽ നല്ല പാട്ടുകാരനാട്ടോ, ആദ്യമായിട്ട് പോണേ, ഇവൻ പാട്ട് പാടുമെന്ന് പറഞ്ഞ്. ആണോ നീ പാടുമെന്നൊക്കെ ചോദിച്ചു എൻ്റെ ദാസൻ. അങ്ങനെ അമേരിക്കയിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോയും കഴിഞ്ഞ് ലാസ്റ്റ് ഷോ നടക്കുന്ന സമയത്ത് ദാസാറ് പറഞ്ഞു നീ പാടണ്ടെന്ന് വെച്ച്. അപ്പോൾ എനിക്കൊരു ഭയങ്കര, അങ്ങനെ ഞാൻ അന്ന് മുക്കാബില പാടി. അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു ആ സമയത്ത്, 96 സമയത്ത്. അങ്ങനെ പുള്ളി ആ കൊള്ളാലാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അത് മനോജ് സാർ അങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അന്ന് അങ്ങനെ കുറേ പാട്ടുകൾ ഒരു വോയിസ് മോഡുലേഷൻ ചെയ്തിട്ട് മനോജ് സാറ് പാടിയിട്ടുണ്ട് ഈ പാട്ടൊക്കെ. ഏ ശബ്ബ എനച്ച കിണവ് പലിക്കാത അഴകിയല്ല അവൾ ഇവളത് സ്റ്റൈല, പിന്നെ ഓ വെൽവറ്റ അങ്ങനെ കുറെ ഫെയർ ആൻഡ് ലവ്ലിയേ ഗുണ്ടുമല്ലിയേ ലവ് യു സല്ലടി ബേബി. അപ്പൊ ആ ഒരു മോഡുലേഷൻ തന്നെയാണ് ഈ മുക്കാബില പാടിയത്. ആ വോയിസ് മോഡുലേഷൻ മുക്കാബില ഓ ലല്ല അങ്ങനെ. അപ്പൊ അത് പാടിയപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടം. കാരണം സാറിൻ്റെ പ്രോഗ്രാമിന് അങ്ങനെയുള്ള സാറിൻ്റെ പാട്ടുകൾ മാത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് പാടിയപ്പോൾ അങ്ങനെ ഒരു സന്തോഷം. പാട്ട്, ഡാൻസ്, ഗാനമേള, പെർഫോമൻസ് കുറച്ചൊക്കെ. ഇപ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ പെർഫോമൻസ് എന്നുള്ളത് വളരെ കുറവായിരുന്നു. പക്ഷേ ഞാനൊക്കെ പാടി തുടങ്ങിയപ്പോൾ തന്നെ പ്രത്യേകിച്ച് അത് ഞാൻ പറഞ്ഞ ഞാൻ ഗാനമേളക്ക് ഫസ്റ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ കുറച്ചൊക്കെ ഡാൻസൊക്കെ ചെയ്യുമായിരുന്നു. അതായത് ഒരു 95, 96 കാലഘട്ടത്തില്. ഇപ്പോൾ ഈ മുക്കാലൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ അന്നും റീമി ഞങ്ങളൊക്കെ ഒന്നിച്ച് പാടുന്നുണ്ട് കേട്ടോ. കാരണം റീമി അന്നും ഈ പറഞ്ഞൊരു ഗാനമേളകളിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ റീമിയൊക്കെ 98 കാലഘട്ടങ്ങളിലാണ് പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവനന്തപുരത്തൊക്കെ പോയി അവിടുത്തെ ഓർക്കസ്ട്രയിലൊക്കെ പാടി. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശരിക്കും. 4 വയസ്സ്. എന്തൊരു ഭാഗ്യമാ. ഞങ്ങളൊക്കെ അങ്ങനെ കഷ്ടപ്പെട്ട് ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ കയറിപ്പോയി പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതൊരു സന്തോഷമുണ്ട് ശരിക്കും. ആ ഒരു സ്ട്രഗ്ലിങ് പീരീഡ് കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ ദൈവം സഹായിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇനിയൊന്നും എന്നെ സംബന്ധിച്ചോളം ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ മരിക്കണവരെ നന്നായിട്ട് ഈ പറഞ്ഞ ഒരു സൗണ്ടിനൊന്നും പറ്റാതെ പാടി നിൽക്കണം. വാസ്കോ ഡ ഗാമ, ആ ചോട്ടാ മുംബൈ ആദ്യവും ഹിറ്റായിരുന്നു. പാട്ട് റിലീസിനും ഹിറ്റായിട്ടുണ്ട്. അതൊന്ന് കേട്ടാ കൊള്ളാമോ? അതിന്റെ റെക്കോർഡിങ് അനുഭവങ്ങളോ അല്ലെങ്കിൽ റിലീസ് സമയത്ത് മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ? ഒന്നുമില്ല, റിലീസിന് സെയിം ഇത് തന്നെ ട്രാക്ക് തന്നെ. ഒന്നുകൂടി അത് മിക്സ് ഇത് ചെയ്ത് റീമാസ്റ്റർ ചെയ്തിട്ട് ചെയ്തതാണ്. രാഹുൽ രാജിൻ്റെ ഫസ്റ്റ് ഫിലിം. ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ വരുമ്പോഴുള്ള ആ സൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിരുന്നു. രാഹുലിൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ്.
തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഞാനും വിപിൻ സേവ്യറും റീമിയും കൂടിയാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ ഞാനും വിപിനും കൊച്ചിക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അൻവർ റഷീദ് മസ്റ്റായിട്ട് ചിലപ്പോൾ കൊച്ചിക്കാർ തന്നെ ഈ പാട്ട് പാടണം എന്നുള്ള തീരുമാനിച്ചിട്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. അത് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു അവിടുത്തെ ഈ ഡിസംബർ സമയത്തുള്ള ആഘോഷങ്ങളൊക്കെ നമുക്കറിയാം, എനിക്കും വിപിനൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു മൂഡിൽ തന്നെ നിന്നിട്ട് പാടി അത് പിക്ചറൈസ് ചെയ്തേക്കണം. അത് ആ ഒരു അപാരമായിട്ട് ആ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ തന്നെ അതിൻ്റെ പിക്ചറൈസിങ്ങും. നമ്മുടെ നാട്ടിൽ അതേപോലെയുള്ള പയ്യന്മാരുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പേടി. ബിജുക്കുട്ടൻ്റെ ക്യാരക്ടർ ഉണ്ടല്ലേ അന്ന് പറഞ്ഞ ആൾക്കാർ കൊച്ചിയിലുണ്ട്. ഇപ്പോൾ അതെ അതേപോലെ. അപ്പോൾ അത് ആ ഒരു ഫ്രീഡം ആ പാട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പാട്ടാണെങ്കിലും ഈ അന്നും ഹിറ്റായിരുന്നു, ഇപ്പോൾ റിലീസ് ചെയ്തപ്പോഴും ഭയങ്കരമായിട്ട് ആഘോഷിച്ച ആ പാട്ട് എന്നുള്ളതാണ്. വാസ്കോ ഡ ഗാമ വെന്റ് ടു ദ ഡ്രാമ, പുതുവർഷം കാണാൻ കവിളേലുമ്മ, നാളത്തെ മേളം കേൾക്കാനോ നമ്മൾ നേരുന്നേയൊന്നായി ഒരു നൂറുമ്മ. കൊച്ചിയിലെ വച്ചനെ കച്ചമുറുക്ക്, കച്ചവടം ജീവിതവും തകിടി മിനുക്ക്, കുത്തഴിയും നാളുകളെ കൊട്ടിയടക്ക്, പട്ടണവും ജീവിതവും തഴുകി മിനുക്ക്. സിലും സിലും താളത്തിൽ പതഞ്ഞു പൊങ്ങാം, പതഞ്ഞൊരി തീരത്തോ പറന്നിറങ്ങാം, പറക്കും ഈ ലോകത്തെ വിലക്കെടുക്കാം, ഇറങ്ങിവ ഒരുങ്ങിവ മിനുങ്ങിവ ഇന്നല്ലേ മേള. അതൊരു സാധനത്തിനാ പാടല്ലേ, ഗംഭീര പാട്ട്. ആ പാട്ടിന്റെ അതേ ആവേശം ഉണ്ടായിരുന്നു റീ റിലീസിന്റെ സമയത്തും അല്ലെ. തിയേറ്റർ കംപ്ലീറ്റ് ആഘോഷമായിരുന്നു ശരിക്കും പറഞ്ഞാല്. അതെല്ലാ പാട്ടുകളും അതില് ചെട്ടിക്കുളങ്ങരയും പരിപാടികളാണല്ലോ. മെഹ്റുബ, പെരുമഴക്കാലം സിനിമ, എൻ ജയചന്ദ്രൻ്റെ കൂടെയുള്ള അസോസിയേഷൻ, ആ റെക്കോർഡിങ്, അതിൻ്റെ മൊത്തം ഒരു ഓർമ്മ. മാപ്പിളപ്പാട്ടുകൾ ഇപ്പോൾ ഞാനിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആൽബംസൊക്കെ കുറേ പാടിയിട്ടുണ്ടെങ്കിലും പഴയ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ മലയാള സിനിമയിൽ മാപ്പിളപ്പാട്ടുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട് അല്ലേ. ആദ്യം ഇറങ്ങിയ സിനിമയിൽ തന്നെ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ മാപ്പിളപ്പാട്ടുകളാണ്. കായലരികത്ത് എന്നുള്ള പാട്ട്, അത് മാപ്പിളപ്പാട്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും മലയാള സിനിമകളിൽ നല്ല നല്ല മാപ്പിളപ്പാട്ടുകൾ ഉണ്ടായിട്ട്, ബാബുഖാൻ്റെയൊക്കെ പാട്ടുകൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിലുള്ള കുറേ ഭയങ്കര അടിപൊളി മാപ്പിളപ്പാട്ടുകൾ നമ്മൾ കേട്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഇപ്പോൾ മണിയറ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ മിഴിയിണ ഞാനടയ്ക്കുമ്പോൾ കനവുകൾ, അതൊക്കെ അങ്ങനെ അങ്ങനെ മലയാള സിനിമകളിൽ മാപ്പിളപ്പാട്ടുകളുടെ ഒരു കാലഘട്ടം എല്ലാ സിനിമകളിലും. അതേപോലെ മറ്റേ പവാട വേണം, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും. അപ്പോൾ ഞാൻ ആൽബംസിലൊക്കെ കുറേ മാപ്പിളപ്പാട്ടുകളും കല്യാണപ്പാട്ടുകളൊക്കെ പാടെങ്കിലും സിനിമയിൽ ഒരു നല്ലൊരു പാട്ട് കിട്ടിയെന്നുള്ളതാണ് മെഹർബ പെരുമഴക്കാലത്തിൽ. അപ്പോൾ പെരുമഴക്കാലത്തിൻ്റെ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എം ജയേന്ദ്രനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് കമൽ സാറിൻ്റെ ഒരു നല്ലൊരു പ്രോജക്റ്റ് വരുന്നുണ്ട്, ഭയങ്കര മ്യൂസിക്കിന് ഭയങ്കര വാല്യൂ ഉള്ളൊരു ഇമ്പോർട്ടൻസ് ഉള്ള സിനിമ. തീർച്ചയായിട്ടും ആ സിനിമകളിലെ പാട്ട് നമുക്കെല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാട്ടുകളല്ല. കല്ലായി കടവത്ത്, ചെന്താർമിഴി, പിന്നെ രാക്കിളിതൻ വഴി പറയും. അപ്പോൾ പിന്നെ മെഹർബ. അപ്പോൾ ഞാനപ്പോൾ എം ജെ സി അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്കൊന്നും ചാൻസ് ഉണ്ടാവില്ല, വല്ല പുലികളെയൊക്കെ കൊണ്ടായിരിക്കും പാട്ടുകൾ പാടിക്കാൻ പോകണമെന്ന് വെച്ച്. പക്ഷേ കമൽ സാർ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് വന്നു. കമൽ സാർ ഒന്ന് മാപ്പിളപ്പാട്ട് പറഞ്ഞില്ല, അത് അഫ്സലിനെ കൊണ്ടൊന്നും നമുക്ക് ട്രൈ ചെയ്യിക്കാൻ. അങ്ങനെയാണ് മെഹർബ ഞാനും ജോത്സ്നയും കൂടി പാടുന്നത്. അതും ഈ പറഞ്ഞല്ലേ ഏതാ പിച്ച് മാണിക്കല്ലേ അല്ലേ, അതിൻ്റെ ഒക്കെ. പക്ഷേ അനായാസമായിട്ട് പണ്ട് മുതലേ അനായാസം എന്നുള്ള പറയാം ഇല്ല, അങ്ങനെയൊന്നുമില്ല. അത് അങ്ങോട്ട് പ്രയാസമുണ്ട്. അതെ, അതിൻ്റെ പ്രയാസമുണ്ട് ശരിക്കും. പിന്നെ ഞാൻ പറയില്ലേ, അത് പിന്നീട് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടെക്നിക്സ് ഒക്കെ പഠിച്ചുകൊണ്ട് അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ചും കൂടി അതാ അവിടെയാണ് നമ്മുടെ ലെജൻസ് ആയിട്ടുള്ളവർ നമ്മളോട് എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ നിർബന്ധിക്കണമെന്നുള്ളത് മനസ്സിലായി. അതെ, നമ്മളിങ്ങനെ കാണുന്നുണ്ട് ഇപ്പോൾ സിത്താര കൃഷ്ണകുമാറൊക്കെ സിദ്ധു ചേച്ചിയൊക്കെ നന്നായിട്ട് പാട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. എന്നാലും ഒരു ബ്രേക്കിൽ മൂപ്പര്
നമ്മൾ ഹിന്ദുസ്ഥാനി പഠിക്കാൻ അപ്പോൾ ഹിന്ദുസ്ഥാനി എന്നല്ല, ഇൻസ്പയർഡ് ഓഫ് സംതിങ് പീപ്പിൾ ആർ ലേണിംഗ് മ്യൂസിക്, അതെ. മ്യൂസിഷ്യൻസ് ആർ ലേണിംഗ് മ്യൂസിക്. അതെ നമുക്ക് എന്ത് അപ്ഡേഷനും അതേപോലെ തന്നെ ഇപ്പോൾ ക്ലാസിക്കൽ നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിലും കർണാട്ടിക്കും ഹിന്ദുസ്ഥാനി മാത്രമല്ല, എല്ലാ വെസ്റ്റേൺ മ്യൂസിക്കിലാണെങ്കിലും നമ്മൾ വോയിസ് മോഡുലേഷൻ എങ്ങനെ ചെയ്യണം ഇതൊക്കെ. കാരണം നമ്മൾ ഒരു പർട്ടിക്കുലർ മ്യൂസിക് മാത്രമല്ല, നമ്മൾ സിനിമകളിലാണെങ്കിൽ കുറച്ച് വെർസറ്റലായിട്ട് നമുക്ക് പാടേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ എന്തൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കണം നമ്മുടെ വോക്കലിന്, അതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം, എന്നാലും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഒരു സമർപ്പണമാണ്. അതെ അതെ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാവരും ഒരു മ്യൂസിഷ്യനായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിച്ച് മരിക്കേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മെഹർബ. മാണിക്കക്കല്ലേ മൊഞ്ചത്തിപ്പൂവേ ചെമ്പകമല്ലിക വാസന റാണി കാർമുടി വണ്ടിറ പൂരകം ചൂടാൻ മർഹബാ. നീ കിലുകിലുങ്ങണ വളയണിയടിത്തേ നല്ലങ്കാരി, നീ കുണുകുണുങ്ങനെ താളം തട്ടടി പവിഴച്ചിങ്കാരി. ഓ ഹേ റസിയ ഹേ റസിയ. ഇന്നലെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണെന്നാണ്. അല്ല, നിങ്ങളെങ്ങനെ അത് പാടിയത്? ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് ഞാൻ ആലോചിച്ചത് അങ്ങനെയാണ്. ഭയങ്കര ഹൈ പിച്ചിൽ തന്നെ അതിന്റെ പ്രാക്ടീസ് സെഷൻസുകളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ശരിക്കും അത് പാടുന്ന സമയത്ത് കുറച്ച് കഷ്ടപ്പെട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നമുക്ക് വെറുതെ ഒരു ഹൈ പാടുന്ന ലിറിക്ക് ഉണ്ട് ഇതിന്. ശരിക്കും നമ്മൾ ഇപ്പോൾ കല്യാണരാമല്ല ആ അകാരം മാത്രമേ ഉള്ളൂ. ലിറിക്ക് വെച്ചിട്ട് ഹൈ പാടുമ്പോൾ നമുക്ക് ഭയങ്കര പാടാണ്. അതാണ് ഓരോന്നിനും ഓരോ ബുദ്ധിമുട്ടുണ്ട്. ലിറിക്ക് വെച്ചിട്ട് ഹൈ പാടുമ്പോൾ ഓരോ ലിറിക്സിലോ ഓരോ വേർഡിങ്സ് ചിലപ്പോൾ നമുക്ക് ഹൈയിലോട്ട് പോകാനൊക്കെ പാടും. അത് നമ്മൾ കണ്ട് അത് അപ്പോൾ ഈ പോർഷൻ പാടിയപ്പോൾ ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടെന്ന് തന്നെ പറയാം. പക്ഷെ നമുക്ക് നമുക്ക് കുറേ പ്രാവശ്യം പാടി പ്രാക്ടീസ് ചെയ്താണ് ഇത് റെഡിയാക്കി എടുത്തത്. ഇതുപോലൊരു പാട്ടുണ്ട് നമുക്ക്, സാഹിറ, മാപ്പിളപ്പാട്ട് തന്നെ. അതെ, എനിക്ക് മെഹർബക്ക് ശേഷം വന്ന പാട്ട്. അതും ഒരു കല്യാണ പാട്ടാണ്. സാഹിറ സാഹിറ നീ ഒളിച്ചു നിക്കണതെന്താണ്, കൊലുസിന്ന് കൊലുസണതെന്തേ, കരിവള കിലുകിലുങ്ങണതെന്തേ, കൊലുസണതെന്തേ, കൊഞ്ചടി മുത്തേ. പറഞ്ഞോണ്ടാണ് വെറുതെ അല്ല ഹൈ പിച്ച് രാജാവ് എന്ന് പറയുന്നത്. പാട്ടുകളിലൊക്കെ ഹൈ പിച്ച് ഉണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് കേൾക്കാൻ സുഖമുള്ള തരത്തിൽ നിങ്ങൾ പാടി പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ചില പാട്ടുകൾ നമുക്ക് മറക്കാൻ പറ്റാത്ത സിനിമകളാണ് പാണ്ടിപ്പാട പോലത്തെ സിനിമകൾ. പഞ്ചായത്തില് കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു നമുക്ക് ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ. അതൊക്കെ ഇപ്പോഴും സ്റ്റേജ് ഷോസ് പാടാറുണ്ട്. இந்த பஞ்சாயத்தில் ஹுங்கு பெருத்தவள் அறிவளோ, அந்த തുഞ്ചാനത്തുള്ള കൊമ്പത്തെ വമ്പത്തി അറിവളോ, പണ്ട് ആദാമിനെ കൊണ്ടാ പുളി തീറ്റിച്ച പെണ്ണിവളോ, അന്നേ ആരിൻ്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ, കൊഞ്ചം വിവരക്കേടിൻ കാമ്പും പിന്നെ അന്തവേരും കോമ്പും രണ്ടും ഉരുട്ടിക്കുഴച്ച് കഴിച്ചു കൊഴുത്ത പെണ്ണിവളോ. അത് സംഗീതം കൊണ്ടുപോയി അവൾ ലിറിക്സ് അങ്ങനെ സൂക്ഷിച്ച് നോക്കായിരുന്നേ. അത് ലിറിക്സ് എഴുതിയേക്കണ സുരേഷ് പീറ്റേഴ്സിന്റെ മ്യൂസിക്. തീർച്ചയായിട്ടും ഭയങ്കര രസമായിരുന്നു ആ പാട്ടൊക്കെ. പിന്നെ അതേപോലെ മാട്ടുപ്പെട്ടിക്കോയിലില് മാട്ടുപ്പെട്ടിക്കോയ് അത് ജയറാമേട്ടന് വേണ്ടിയാണ് പാടിയത്. അത് ജയറാമേട്ടൻ്റെ ആ പാട്ട് MJC ആയിരുന്നു മ്യൂസിക്. പുള്ളി പറഞ്ഞു ഫുൾ ഫ്രീക്ക് ഔട്ടായിട്ട് പാടിക്കും, ഭയങ്കര ടപ്പാങ്കുത്തും എങ്ങനെ പാടും അതേ സ്റ്റൈലിൽ തന്നെ പാടിക്കുന്നു. മാട്ടുപ്പെട്ടിന്റെ പുഷിലാണ് ചിത്രൈര പാടിയേക്കണത്. നിങ്ങൾ അങ്ങനെ ഒരു കോംബോ ആണ്. ചിത്രൈർ, ജോത്സ്ന, ഗായത്രിന്റെ കൂടെ ഉണ്ട്, അങ്ങനെ എല്ലാവിധ ആ സമയത്ത് ഉണ്ടായിരുന്ന റീമിയുടെ കൂടെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സിംഗർ സെറ്റ് ആയിരുന്നു നിങ്ങളത് എന്നുള്ളതാണ്. പിന്നെ പോകാതെ കരിയിലെ കാറ്റ് എന്നുള്ള പാട്ട്, അതാ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞേ എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് വിഷമിപ്പിച്ച് എന്നുള്ളൊരു സാധനം എനിക്ക് ഒറ്റയടിക്ക് മൈൻഡിൽ വന്നത് പോകാതെ കരിയിലെ കാരണം പോകാതെ കരിയിലെ കാറ്റ്. ഇപ്പം ഞാൻ ഒരു അടിപൊളി സിംഗർ എന്നുള്ള രീതിയിൽ മലയാള സിനിമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പാട്ട് വരുന്നത്. അപ്പോൾ ഈ പാട്ട് ആക്ച്വലി മോൻസിത്താരാണ് അതിന് ഫുൾ ക്രെഡിറ്റ് ഞാൻ കൊടുക്കണം. കാരണം മോൻചേട്ടൻ പറഞ്ഞ് കമൽ സാറ് പറഞ്ഞ് ഇങ്ങനെ ഈ പാട്ട് ആരെ കൊണ്ട് പാടിക്കുന്നുള്ളവർക്ക്. അപ്പം മോൻചേട്ടനെ പറഞ്ഞു നമുക്ക് അഫ്സലിനെ കൊണ്ടുവന്ന് പാടിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അഫ്സലിനൊരു പാട്ട് ഇതിൽ എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ വേറെ പാട്ടൊന്ന് അമ്മ മനസ്സ് അത് ചേട്ടൻ പാടി. പിന്നെ അപ്പോൾ അതിൽ വേറൊരു പാട്ട് അടിപൊളി ഉണ്ടായിരുന്നു, അത് അൻവർ സാദത്തും ജ്യോത്സ്നയും ഒക്കെ കൂടി പാടി. അപ്പോൾ കമൽ സാറ് ആ സമയത്ത് കമൽ സാറിൻ്റെ സിനിമകളൊക്കെ ഞാൻ പാടുന്നതുകൊണ്ട് കമൽ സാറിന് അഫ്സലിന് ഒരു പാട്ടില്ലല്ലേ. അപ്പോൾ മോഹൻചേട്ടൻ പറഞ്ഞു ഈ ഒരു പാട്ട് വേണമെങ്കിൽ അഫ്സലിനെ കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മോഹൻചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഫ്സലെ ഇങ്ങനെ ഒരു പാട്ടുണ്ട്,
അഫ്സലെ ഇങ്ങനെ നോക്ക്, ഇതൊരു മെലഡി സോങ്ങാണ്, അഫ്സൽ പാടാത്തൊരു സ്റ്റൈലാണ്, നമുക്കൊന്ന് പാടി നോക്കാം, എന്നിട്ട് എല്ലാവരും എന്താണ് പറയണമെന്ന് നോക്കിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പോകതകരിയിലൊക്കെ പാടിച്ച്. മോഹൻചേട്ടൻ പറഞ്ഞു എനിക്ക് ഓക്കെയാണ്, പാടിയത് ഇഷ്ടമായി, നല്ല. ഇനി ഡയറക്ടർ കമൽ സാറ്, ബാക്കി ആക്ടർ ഒന്ന് മമ്മൂക്കയല്ല മെയിൻ, അത് അങ്ങനെ അത് വർക്കൗട്ടായി എന്നുള്ളതാണ്. എല്ലാവരും കേട്ടിട്ട് എനിക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര അടുപ്പമില്ലാത്ത ഒരാളായിരുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ടി.എ. റസാക്കിയാണ് അതിൻ്റെ. പുള്ളി ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം പുള്ളിയൊക്കെ എന്നെ കണ്ടുകൊണ്ടിരുന്നത് ഒരു അടിപൊളി പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനിത് പാടിക്കഴിഞ്ഞപ്പോൾ പുള്ളി നിൻ്റെ മനസ്സിൽ ഇത്രയും നല്ല സംഗീതമൊക്കെ ഉണ്ടില്ല എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മ. അതെനിക്കൊരു ഭയങ്കര ഒരു അപ്രീസിയേഷനായിരുന്നു. എന്നിട്ട് പുള്ളി പറയുകയും ചെയ്തു, നിനക്ക് എത്ര അടിപൊളി, എത്ര നീ സിനിമകളിൽ പാടിയാൽ ഈ ഒരു പാട്ട് അന്ന് നിനക്ക് ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അത് കറക്റ്റാണ് പുള്ളി പറഞ്ഞത്. ഇനി ഉറപ്പായിട്ടും അഫ്സൽ ഖാൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമ്പം ഏത് പാട്ടായിരിക്കും ഞാൻ ആദ്യം പാടിക്കാന്ന്, ഞാൻ ഇതിപ്പോൾ കുറേ മാറി വന്നിട്ടാണ് ലാസ്റ്റ് ആദ്യ പാട്ടിലേക്ക് നമ്മൾ എത്തിയത്, വല്യേട്ടനിലേക്ക് എത്തിയത്. അന്ന് മുതലേ മനസ്സിൽ കാണുന്നൊരു പാട്ടാണ് ഉദയനാണ് താരം. പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടിൽ സ്നേഹത്തേനുണ്ടോ പെണ്ണേ, പെണ്ണേ പെണ്ണേ മോഹപ്പൊന്നേ, ഓ കണ്ണേ എൻ കണ്ണേ നിൻ കണ്ണിൽ നീല നിലാവുണ്ടോ കണ്ണേ, കണ്ണേ കണ്ണേ സ്നേഹക്കനിയേ, ഓ കൈത്താളം തട്ടാതെ മെയ്ത്താളം കാണാതെ എന്താണീ പുത്തൻ പായട്ടം, ഹോയ് ആശിക്കും പൊൻകിണ്ണം ആശിക്കും തേൻകിണ്ണം, നീട്ടാതെ നീട്ടാതെ എനിക്കായി ചമ്മാനത്തെ താരത്തേരില്ലേ, പിന്നെന്തിനാണിന്നെന്തിനാണീ മോഹപ്പൂത്തേര്, നിനക്കായി തങ്കത്തട്ടാൻ തട്ടാരത്തിലേ, പിന്നെന്തിനാണിന്നെന്തിനാണീ ഓലപ്പൂത്താലി, പെണ്ണേ എൻ പെണ്ണേ നിൻ ചുണ്ടി സ്നേഹത്തേനുണ്ടോ പെണ്ണേ. അതൊക്കെ ഈ പറഞ്ഞ നിങ്ങളെ കയ്യിൽ നിന്നുള്ള അതന്നെ അങ്ങനത്തെ അതിനും ഇതേ ക്യൂ തന്നെ ആയിരിക്കും അല്ലേ, സിനിമ സ്റ്റാർ ആയിട്ട് പാടുമ്പോൾ എത്ര ആ ഒരു ട്രെൻഡി ആയിട്ട് ചെയ്യണം എന്നുള്ള രീതി ദീപക് പറഞ്ഞ്. പിന്നെ റോഷൻ എൻ്റെ ഫ്രണ്ടാണ്, റോഷൻ ആൻഡ്രൂസിൻ്റെ ഫസ്റ്റ് സിനിമ അല്ല, ഞങ്ങൾ കോളേജ് മേറ്റ്സാണ്, എൻ്റെ ജൂനിയർ ആയിരുന്നു റോഷൻ. നിങ്ങൾ സീനിയർ ഷോ ഇട്ടുണ്ടോ? ഇല്ലില്ല ഭയങ്കര റോഷൻ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു. കാരണം ആ സമയത്ത് വരുമ്പോഴാണ് അത്, റോഷൻ ആയതിനു മുമ്പേ എൻ്റെ ബ്രദറായിട്ട് നല്ല കണക്ഷൻ ആയിരുന്നു. ഇവർ മിക്സൊക്കെ ചെയ്യുമായിരുന്നു, റോഷൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, റോഷൻ ആർട്ടിസ്റ്റിൻ്റെ ഫ്രണ്ട്. അപ്പോൾ കോളേജിൽ വന്നപ്പോൾ ഞാൻ പുള്ളിക്ക് SPBയുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SPBയുടെ പാട്ടുകൾ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ല. റോഷന് SPB സാറിൻ്റെ പാട്ടുകൾ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ കോളേജിൽ ഈ SPBയുടെ പാട്ടുകളൊക്കെ പാടുമ്പോൾ തന്നെ പുള്ളി വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ. അപ്പോൾ അന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല ഇദ്ദേഹം ഇത്രയും വലിയ പോപ്പുലർ പുള്ളി വലിയൊരു ഡയറക്ടർ ആവുന്നു. പക്ഷെ എന്നാലും പുള്ളിയുടെ ഉള്ളിൽ ഭയങ്കര ഐഡിയാസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പണ്ട് മുതലേ അറിയാം. പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് സിനിമ വന്നപ്പോൾ തന്നെ പുള്ളി എന്നെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്, അത് ഭയങ്കര സന്തോഷം. അഫ്സൽ ഖാൻ്റെ ചുറ്റിലും അന്നും ഇന്നും ഒരു കൂട്ടം ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും സിനിമയിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ട്. അത് നമുക്ക് ഒരു പരിഭവങ്ങളോ ഒന്നുമില്ല. ഇന്നും ആ ഒരു സ്നേഹം അതങ്ങനെ തന്നെ പോവും, അങ്ങനെ പോകണം, അങ്ങനെ ആവണം. തുടരട്ടെ. അഫ്സൽ ഖാന്റെ ജീവിത രഹസ്യങ്ങളിൽ ഒന്നാണിത്. അയ്യോ അപ്പം അത് എവിടെ നിന്നാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നത്? കൊച്ചങ്ങാടി ക്രോസ് റോഡ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ. കൊച്ചി എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്? കൊച്ചി അടിപൊളിയല്ലേ, ഓരോ സ്ഥലം എല്ലാവർക്കും അവരവരുടെ നാട് എപ്പോഴും അടിപൊളിയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഇപ്പം കോഴിക്കോടല്ലേ, എന്റെ നാട് മാഹിയാണ്. പക്ഷെ മാഹി എന്ന് പറഞ്ഞാൽ മലബാർ ഏരിയ എന്ന് പറഞ്ഞാൽ ഫുഡിന് മാഹി പ്രത്യേകിച്ച് അല്ലേ, പലഹാരങ്ങളുടെ ഏരിയ അല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയും അങ്ങനെ ഒരു പ്രത്യേകിച്ച് നമ്മൾ എറണാകുളം ടൗൺ അല്ല ഉദ്ദേശിക്കുന്നത്, കൊച്ചി പശ്ചിമ കൊച്ചി, അതായത് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഏരിയയാണ്. അവിടെ ഞങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത് വൈകുന്നേരം 7 മണിക്കാണ്. മനസ്സിലായില്ലേ? വൈകുന്നേരം തൊട്ട് തുടങ്ങും, കടികളും പൊരികളും ഒക്കെ ആയിട്ട്. പിന്നെ രാവിലെ തുടങ്ങും, അതിരാവിലെ 4 മണിക്ക് ഓരോ സംഭവങ്ങൾ തുടങ്ങും. നമ്മളവിടെ ഇപ്പം ഞാനൊന്നും അങ്ങനെ കഴിക്കുന്ന ആളല്ല, രാവിലെ ഇറങ്ങി ഒരു ചായയും വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയും, അതിൽ ആ ഫോട്ടോയിലുണ്ട്, അത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ ഈ അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു വെള്ളയപ്പം പോലെ ഒരു ബ്രൗൺ കളർ വെള്ളയപ്പമുണ്ട്, അതിനെ ചക്കരയപ്പം എന്നാണ് പറയണത്. അത് അതിങ്ങനെ പൊരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ വിതറും. ഭയങ്കര ടേസ്റ്റാണ്, മധുരമാണ്, നേരിയ മധുരമാണ്.
ചക്കരയപ്പം അത് കൊച്ചിക്കാരുടെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ അത് എല്ലാ ഹോട്ടൽസിലും ഇല്ല, വളരെ കുറവ്. രാവിലെ ചില ഹോട്ടലുകളിൽ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ കൊച്ചങ്ങാടിയിൽ മമ്മാലിക്കാൻ്റെ ഇടയിൽ മാത്രമേ ശരിക്കും കിട്ടുള്ളൂ രാവിലെ. അപ്പോൾ അത് ക്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ. പള്ളിയിൽ രാവിലെ പള്ളിയിലേക്ക് പോണതിന് മുമ്പ് തന്നെ അവിടെ ഓർഡർ ചെയ്തിട്ട് പോകും. എനിക്കൊരു 5 എണ്ണം വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും. അതിപ്പോഴും നടക്കണം. ഇന്ന് കാലത്തും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു പാട്ടിൽ നിർത്താം. ശാബ ശാബ. അത് തന്നെ. ഇത് പാട്ടിന്റെ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു? അത് ഈ പറഞ്ഞ ഒരു ജോഷി സാറിൻ്റെ സിനിമ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ലയൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ റൺവേയും ഈ പറഞ്ഞ ഒരു സെയിം നമ്മുടെ ആൽവിൻ ആൻ്റണിയാണ് അതിൻ്റെ പ്രൊഡക്ഷനിലുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞിങ്ങനെ ഒരു അടിപൊളി പാട്ടുണ്ട്, ഇലക്ട്രിക് ഗിറ്റാർ വെച്ചൊരു കളി നടക്കുന്നുണ്ട്. അതെ, ആ പാട്ട്. അപ്പോൾ ഒരു വെസ്റ്റേൺ. അപ്പോൾ ഈ സോങ് മ്യൂസിക് സുരേഷ് പീറ്റേഴ്സാണ്. പുള്ളി തന്നെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് അത് സുരേഷ് പീറ്റേഴ്സ് പാടി തന്നെ കൺഫേം ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് എത്തിയിരുന്നത്. അപ്പോഴാണ് ദിലീപേട്ടന് അഭിനയിക്കുന്നതുകൊണ്ട് ആ ഒരു വോയിസ് മാച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു. അങ്ങനെ എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് മദ്രാസിലേക്ക് പോയി, ഞാനും ആൽവിൻ ചേട്ടനോട്. അങ്ങനെയാണ് ആ പാട്ട് പാടി. അപ്പോൾ സുരേഷ് പീറ്റേഴ്സിന് ഭയങ്കര ഇഷ്ടമായി. കാരണം പുള്ളി പാടി ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടറിന് തൃപ്തിയാകുക എന്നുള്ളത്, അവർ ആ മോഡുലേഷൻ എങ്ങനെയാണ് ചെയ്തു വെച്ചേക്കണം, അത് വേറൊരു സിംഗറുടെ നിന്ന് കിട്ടുമ്പോഴാണ് അവർക്കൊരു തൃപ്തി. അപ്പോൾ ഞാൻ പാടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം ആ പാട്ട് പുള്ളി ഉണ്ടാക്കിയാൽ അതിൽ നിന്ന് മാറിപ്പോയിട്ടില്ല എന്നുള്ളൊരു സന്തോഷം പുള്ളിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സുരേഷ് പീറ്റേഴ്സ് ഇപ്പോൾ കൊച്ചിയിൽ വന്നിരുന്നു, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഈ അടുത്ത് സംസാരിച്ചപ്പോഴും പുള്ളി ഭയങ്കര സന്തോഷത്തോടുകൂടി ഭയങ്കര സ്നേഹത്തോടുകൂടി സംസാരിച്ചിരുന്നു എൻ്റെ ഇത്. കാരണം കുറച്ച് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാബാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെസ്റ്റേൺ സ്റ്റൈലുള്ള, പുള്ളി ഒരു വെസ്റ്റേൺ സിംഗർ, നമുക്കറിയാം ചിക്ക് പുക്കറയിലെ അതൊക്കെ പുള്ളിയുടെ നമുക്ക് കേട്ട് വളർന്നേക്കണ പുള്ളിയുടെ പാട്ടുകൾ അതാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിൽ, എന്നാൽ അത് മലയാളം പാട്ടിൽ വരുമ്പോൾ എങ്ങനെ, പ്രത്യേകിച്ച് ദിലീപേട്ടനെ ആക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതൊരു പിടിച്ചുകൊണ്ട് എനിക്ക് അത് പാടാൻ പറ്റി. ഫീമെയിലാണെങ്കിൽ സുനിത സാരഥിയാണ് പാടിയേക്കണം. വളരെ വെസ്റ്റേൺ പാട്ടുകളൊക്കെ നല്ല അനായാസം കൈകാര്യം ചെയ്യുന്ന സിംഗറാണ്. അപ്പം അത് നന്നായിട്ട് വന്നു, കുഴപ്പമില്ലാണ്ട് വന്നു. പിക്ചറൈസിങ് ഒക്കെ നല്ല രസമായിരുന്നു. അതെ, സ്പീഡ് ബോട്ടിലൊക്കെ പോകുന്ന. ഡോൺ പോൽ പായും മഞ്ഞിൻ നദിക്കരികെ പൂമ്പ്രാവായി നീ തൂവൽ കുടഞ്ഞിരിക്കേ. നീ എൻ കാതിൽ കാറ്റായി മെല്ലെ വിളിച്ചു, നീ എൻ പാട്ടിൽ മഞ്ഞായി മിന്നിത്തുടിച്ചു. പൂക്കാപ്പൂവേ നിൻ കണ്ണിൽ കാന്തം മിന്നുന്നു. ശാബ 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 ശാബ. മിന്നാരപ്പൊന്നല്ലേ മിന്നാമിന്നി പെണ്ണല്ലേ, ആരോടും മിണ്ട ചുണ്ടിൽ തൊട്ടാവാടിപ്പൂവല്ലേ, മറ്റാരും കാണാതെ ചിങ്കാരപ്പൂങ്കാറ്റാവാം, മാനത്തെ മായത്തേരിൽ മാറിക്കുത്താടാൻ. ഒരു വേനൽ ചാറ്റൽ മഴയിൽ ഒരു മീവൽ കിളിയായി മാറി പാറി പറക്കാൻ. ഈ അപ്പിൾ പാടം മുഴുവൻ ഒരു ബിൽജൻ മുകിലായി പമ്മി പമ്മി കീതയ്ക്കാ. എന്തായാലും ഞങ്ങൾ 90s എന്ന് എടുത്തു പറയാം. ഞങ്ങൾ 90s തലവരയിൽ കൃത്യമായിട്ട് ഹൃദയത്തിലും കൃത്യമായിട്ട് പതിഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റാണ് നിങ്ങൾ. ഇനിയും വരുന്ന ജനറേഷൻസിന് ആസ് ലോങ് ആസ് യു ആർ ഹിയർ ഇൻ ദിസ് വേൾഡ് ഇൻസ്പയർ ചെയ്യാൻ പറ്റട്ടെ. ഒരുപാട് പാട്ടുകളും ഇതുപോലെയുള്ള ടെക്നിക്കുകളും എപ്പോൾ കണ്ടാലും തുറന്ന് സംസാരിക്കുന്ന, പാട്ടുമായി സംവദിക്കുന്ന ഈ ഒരു ഹൃദയവും എന്ന നിലനിൽക്കട്ടെ. താങ്ക്സ് a lot.